ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എട്ട് നോമ്പിന്റെ 2-ാം ദിവസം. ഇന്ന് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടു കൂടി നമ്മിൽ നിന്നും പിഴുതു മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മൂലപാപം ദ്രവ്യാഗ്രഹം എന്നതാണ്. ദ്രവ്യാഗ്രഹം നമുക്ക് ഈ ലോകത്തോട് ഒരു മമത സൂക്ഷിക്കാൻ ഇടവരുത്തും. എല്ലാം സ്വന്തമാക്കി വയ്ക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത നമ്മളിൽ സൃഷ്ടിക്കും. ഈ ലോകത്തോട് നമ്മെ ചേർത്ത് നിർത്തും, താതാമ്യപ്പെടുത്തും. ലോകത്തെ അള്ളിപ്പിടിച്ച് ജീവിക്കാൻ മാത്രമേ പിന്നീട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ തിന്മ നമ്മിൽ നിന്നും എടുത്തു മാറ്റി അതിന് പകരമായി പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ഔദാര്യം എന്ന ആ പരമപുണ്യം നമ്മൾ നിറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്നത്. ഔദാര്യം ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് വിട്ടുകൊടുക്കലാണ്, പങ്കുവയ്ക്കലാണ്, എല്ലാവർക്കും ഉള്ളായ്മയിൽ നിന്നും എടുത്തു നൽകലാണ്. പരിശുദ്ധ അമ്മ തന്റെ വിമല ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ സമൃദ്ധി ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ധാരാളമായി നൽകുന്നു. നമ്മുടെ ദ്രവ്യാഗ്രഹം നമ്മിൽ നിന്ന് എടുത്തു മാറ്റാനും പകരം ഔദാര്യമെന്ന ഈ പുണ്യം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ നമ്മിൽ നിറയാനും ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മശോധന ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ സങ്കേതം തേടിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു വിശുദ്ധീകരണ വഴിയായി മാറാനുള്ള താല്പര്യം അറിയിക്കാം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ്യാഗ്രഹം എന്ന മൂലപാപം പിഴുതുമാറ്റുകയും അതിന് പകരമായി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലുള്ള ഔദാര്യം എന്ന പരമപുണ്യം ഞങ്ങളിൽ വെച്ചുപിടിപ്പിക്കുകയും നട്ടുവളർത്തുകയും അത് ഫലം ചൂടാൻ വേണ്ടി ഇടയാക്കുകയും ചെയ്യണമേ. ആവേ മരിയ.